ഹലോ ഗൈസ്, എല്ലാവർക്കും ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്, ഞാൻ ക്രോം ബുക്ക് ഉപയോഗിക്കുന്ന ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ ഒരു വയർലെസ് മൗസ് ആയിരുന്നു ഇത്രയും കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നിർഭാഗ്യവശാൽ അത് താഴെ വീണ് പോയി കംപ്ലൈൻ്റായി. അപ്പം പുതിയൊരു മൗസ് മേടിച്ചു. ഇതാണ് എൻ്റെ പഴയ മൗസിൻ്റെ അവസ്ഥ. മൊത്തം തവിട് പൊടിയായി ഗൈസ്. അപ്പോൾ വേറെ ഒരു മൗസ് മേടിച്ചു. ഇത് വയർലെസ് ആയിരുന്നു. ഇത് വർക്ക് ചെയ്യും, പക്ഷേ കാര്യം പറഞ്ഞാൽ എൻ്റെ ഇതെല്ലാം സെപ്പറേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് ഇതേ കമ്പനിയുടെ തന്നെ ഞാൻ ഒരെണ്ണം വാങ്ങി. അപ്പോൾ അത് വയറാണ് മേടിച്ചത്. വയറും വയർലെസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, വയറുണ്ടെങ്കിൽ നമുക്ക് വയർ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. വേറെ അഡീഷണൽ ബാറ്ററിയുടെ ആവശ്യം വരുന്നില്ല. വയറില്ലാത്ത ഒരു സിറ്റുവേഷനാണ് വരുന്നതെങ്കിൽ, അതായത് വയർലെസ് ആണ് വരുന്നതെങ്കിൽ, ഇതേപോലെ ഒരു ഡബിൾ എ ബാറ്ററി നമുക്ക് ആവശ്യമായിട്ട് വന്നേക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് സെബ്രോണിക്സിൻ്റെ അലക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് ഞാൻ വാങ്ങിയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ, 1.1 മീറ്റർ കേബിൾ ലെങ്ത് ഉണ്ട്. USB ഇൻ്റർഫേസ് ആണ് 2.0. 3 ബട്ടൺസ് ഇതിൽ ഉണ്ട്, ബട്ടൺ കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ടുള്ള. അതിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സെബ്രോണിക്സ് സെബ് അലക്സ് എന്നൊക്കെയാണ് അതിൻ്റെ മോഡൽ നെയിം. USB ഒപ്റ്റിക്കൽ മൗസ്, പിന്നെ 1200 DPI സ്വിച്ചാണ്, കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കോമ്പാക്റ്റ് ഡിസൈൻ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നു. അങ്ങനെ ഹൈ പ്രിസിഷൻ, അങ്ങനെ. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്യാം. വേറെ ഈ ബോക്സിൻ്റെ അകത്തൊന്നും വരുന്നില്ല. നമുക്ക് ഈ ബോക്സ് മാറ്റാം. അപ്പോൾ ഇതാണ് സംഭവം. കൊള്ളാം, കുഴപ്പമില്ല. നമുക്ക് ഈ വയറൊന്ന് അഴിച്ചെടുക്കാം. വയറിന് അത്യാവശ്യം നീളമുണ്ട്. അവർ പറഞ്ഞ പോലെ തന്നെ ഒരു ഏകദേശം 1.5 മീറ്റർ നീളം ഉണ്ടെന്ന് തോന്നുന്നു. ഞാനിതൊന്ന് സെറ്റ് ചെയ്യട്ടെ. അങ്ങനെ ഞാനത് എൻ്റെ ക്രോം ബുക്കിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം, വയറൊക്കെ ഇച്ചിരി തള്ളി നിൽക്കുകയാണ്. ഇച്ചിരി മാറ്റിയിടാം. എൻ്റെ അകത്തുനിന്ന് ഒരു ചുവന്ന ഇൻഡിക്കേറ്ററൊക്കെ തെളിയുന്നുണ്ട് അടിഭാഗത്തുനിന്ന്. വയറ് കൊണ്ടുവന്നിട്ട് ഞാൻ ഇതിൻ്റെ ഇടത് സൈഡിലത്തെ പോർട്ടിലേക്കാണ് കൊടുത്തേക്കുന്നത്. അത് USB 2.0 പോർട്ടാണ്. പിന്നെ ആരോ മാർക്ക്, സ്ക്രോളിംഗ് ഒക്കെ കറക്റ്റ് ആകുന്നുണ്ട്. ലോഞ്ചർ, എന്തായാലും കൊള്ളാം. ചെറിയൊരു വീഡിയോ ആണ്. ചെറിയൊരു വീഡിയോ ആണ് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിക്കോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.